കേരളത്തിലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലോട്ടുള്ള LBS ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 7 അപ്പോൾ ഇനിയും ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക. വളരെ ലാസ്റ്റിലോട്ടായിട്ട് നിൽക്കണ്ട. ഈ സിമെറ്റിൻ്റെ അണ്ടറിൽ നമ്മുടെ കേരളത്തിൽ 11 നഴ്സിംഗ് കോളേജസാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ ഓരോ കോളേജസിലോട്ടും അഡ്മിഷന് കഴിഞ്ഞ തവണയും ഇത്തവണയും LBS ആപ്ലിക്കേഷൻ ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ കോളേജസിനും പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലമ്പുഴ, പാലക്കാടാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 2017 ഈ കോളേജിന് കുഹാസിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും അംഗീകാരം അല്ലെങ്കിൽ അഫിലിയേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളുരുത്തി, എറണാകുളം ജില്ലയിലാണ് ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോളേജിന് അംഗീകാരം കിട്ടിയിട്ടുള്ളത് 2009 783 ബെഡോട് കൂടിയിട്ടുള്ള ഒരു പാരൻ്റൽ ഹോസ്പിറ്റലാണ് അവർക്ക് വരുന്നത്. NABH അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആൻഡ് കുഹാസിൻ്റെയും അംഗീകാരം അല്ലെങ്കിൽ അഫിലിയേഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉടുമ, കാസർഗോഡാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 2009 ഈ കോളേജും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുഹാസിൻ്റെയും അതുപോലെ തന്നെ INCയുടെയും അഫിലിയേഷൻ ഇവർക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർ 2013 പുതിയൊരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ, തിരുവനന്തപുരം ജില്ലയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 2015 ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് കുഹാസിൻ്റെയും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫേഴ്സ് കൗൺസിൽ KNMCയുടെയും അതുപോലെ തന്നെ INCയുടെയും അംഗീകാരം ഇവർക്കുണ്ട്. ഇനി അടുത്ത കോളേജ് എന്ന് പറയുമ്പോൾ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകരയാണ്. ഇത് 2023 സ്റ്റാർട്ട് ചെയ്തത്. കോവിഡൊക്കെ വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 60 സ്റ്റുഡൻ്റാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഈ കോളേജും സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് താന്നൂര്, മലപ്പുറം ജില്ലയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ചെറിയമുണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര സ്റ്റാർട്ട് ചെയ്ത സെയിം സമയത്ത് തന്നെയാണ് ഈ കോളേജും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നവംബർ 1 2023 ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ പാരന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അത് തിരൂർ വരുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് ഇവർ മെയിനായിട്ട് വരുന്നത്. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 60 സ്റ്റുഡൻസാണ് ഓരോ ബാച്ചിലും വരുന്നത്. അടുത്ത കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോന്നി, പത്തനംതിട്ട ജില്ലയിലാണ് ഈ കോളേജ് വരുന്നത്. 2023 ഈ കോളേജും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കോന്നി, താലൂക്ക് ഹോസ്പിറ്റൽ, CHC കോന്നി ആൻഡ് PHC ഇത്രയും ഹോസ്പിറ്റൽസാണ് അവരുടെ പാരൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത്. അതായത് സ്റ്റുഡൻസിന് ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഹോസ്പിറ്റൽസിലാണ്. 60 സ്റ്റുഡൻസ് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഈ കോളേജും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ COVID-19 ഇഷ്യൂ വന്ന സമയത്ത് തന്നെ നമുക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ നഴ്സസിൻ്റെ അളവൊക്കെ കുറവായത് കാരണം അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കോളേജസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ 2023 സമയത്ത്. പാരൻ്റ് ഹോസ്പിറ്റലായിട്ട് ഈ കോളേജിന് വരുന്നത് ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ വർക്കലയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ ചിറയൻകീഴും ഇവരുടെ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തളിപ്പറമ്പ, കണ്ണൂർ ജില്ലയിലാണ് ഈ കോളേജ് നിലനിൽക്കുന്നത്. ഈ കോളേജിൻ്റെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വരുന്നത് നമ്മുടെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ തളിപ്പറമ്പയ്ക്ക് അടുത്താണ്. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ കൂടാണ്ട് വേറെ 1-2 ഹോസ്പിറ്റലും കൂടെ അവരവരുടെ സ്റ്റുഡൻസിന് സ്കിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നൂറനാടാണ്. കായംകുളം പുനലൂർ അടുത്തായിട്ടാണ് ഈ കോളേജ് നിലനിൽക്കുന്നത്. ഈ കോളേജിൻ്റെ പാരൻ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മാവേലിക്കരയാണ് ഇവരുടെ പാരൻ്റ് ഹോസ്പിറ്റലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലുള്ള ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജും ഒക്കെ ഇവർ സ്റ്റുഡൻസിന് അവരുടെ ക്ലിനിക്കൽ എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലാസ്റ്റ് വരുന്ന കോളേജ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മദം, 2023 തന്നെയാണ് ഈ കോളേജും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിമെറ്റിൻ്റെ അണ്ടറിൽ. കണ്ണൂർ ജില്ലയിലാണ് ഈ കോളേജ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കോളേജാണ് നമ്മുടെ സിമെറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ സിമെറ്റ് കോളേജിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ LBS വഴി തന്നെ വേണം അപ്ലൈ ചെയ്യാൻ.